ഹായ് ഹലോ ഫ്രണ്ട്സ്, എല്ലാ കൂട്ടുകാർക്കും മലയാളി വുമൻസറുടെ പുതിയൊരു എപ്പിസോഡിലോട്ട് സ്വാഗതം. ഇന്ന് ഞാൻ എത്തിയിരിക്കുന്നത് ഒരു ബോട്ടിൽ ആർട്ടിന്റെ വീഡിയോവുമായിട്ടാണ്. നമ്മുടെ ഒരു പിക്ക് ഈസി ആയിട്ട് എങ്ങനെ ബോട്ടിലോട്ട് വരയ്ക്കാം എന്നുള്ളതാണ് ഇന്നത്തെ നമ്മുടെ വീഡിയോ. അപ്പൊ എല്ലാവരും വീഡിയോ മുഴുവനായിട്ട് തന്നെ കാണാം. കണ്ടിട്ട് ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ പ്ലീസ് ലൈക്ക്, ഷെയർ ആൻഡ് സബ്സ്ക്രൈബ് ചെയ്യുമ്പോൾ ഒപ്പം തന്നെയുള്ള ബെല്ലൈക്കൺ കൂടി ഒന്ന് എനേബിൾ ചെയ്യാൻ മറക്കരുത്. എന്നാലും ഞാൻ തുടർന്ന് വീഡിയോസ് ഇടുമ്പോൾ അതിന്റെ നോട്ടിഫിക്കേഷൻസ് നിങ്ങൾക്ക് ലഭിക്കുകയുള്ളൂ. അപ്പൊ നമുക്ക് വീഡിയോ കാണാം. ഞാൻ എൻ്റെ ഈ ഒരു ഫോട്ടോയാണ് ഇന്ന് ബോട്ടിൽ ആർട്ട് ചെയ്യാനായിട്ട് ഉപയോഗിക്കുന്നത്. സോ ആദ്യം തന്നെ ഞാൻ അതിന് വേണ്ടിയിട്ട് എൻ്റെ ഈ ഫോട്ടോ ഫോണിന്റെ വാൾപേപ്പറായിട്ട് സെറ്റ് ചെയ്തിട്ടുണ്ട്. ദെൻ അതിനുശേഷം ഒരു ബട്ടർ പേപ്പർ ഉപയോഗിച്ചിട്ട് നമുക്കതിന്റെ മുകളിലൂടെ, നമ്മുടെ ഫോട്ടോയുടെ മുകളിലൂടെ ഒന്ന് കവർ ചെയ്ത് പിടിക്കാം. ഇത് ശരിക്കും നല്ല ഫോണിന്റെ മുകളിൽ കറക്റ്റ് ആയിട്ട് നല്ല ഫിറ്റ് ആയ രീതിയിൽ ജസ്റ്റ് ഒന്ന് സ്റ്റിക്ക് ചെയ്ത് വെക്കാം. കണ്ടല്ലോ, നമുക്ക് ബട്ടർ പേപ്പറിന്റെ മുകളിൽ കൂടെ ഷെയ്ഡ് നല്ല വൃത്തിക്ക് കാണാം. ഇനി നമുക്കൊരു CD മാർക്കർ ഉപയോഗിച്ചിട്ട് നമ്മുടെ ഈ പിക്ചർ ട്രേസിംഗ് പേപ്പറിലോട്ട് വളരെ എളുപ്പത്തിൽ തന്നെ ട്രേസ് ചെയ്തെടുക്കാം. അപ്പോൾ പേപ്പർ നല്ല കറക്റ്റ് ഫിക്സ് ആക്കിയിട്ട് വേണം ഫോണിൽ വെക്കാൻ. തെന്നി പോയിട്ടുണ്ടെങ്കിൽ തെറ്റിപ്പോകും. സോ നമുക്ക് ഈ പിക്ചർ ഇങ്ങനെ കംപ്ലീറ്റ് ആയിട്ട് വരച്ചെടുക്കാം. ഇപ്പൊ നിങ്ങളുടെ കയ്യില് പ്രിന്റ് എടുത്ത പിക്ചർ ഉണ്ടെങ്കിൽ അതിൽ വെച്ചിട്ടായാലും ഇങ്ങനെ വരച്ചെടുത്താൽ മതി. പക്ഷെ എന്റെ കയ്യിൽ ഇപ്പൊ പ്രിന്റ് എടുത്ത പിക്കൊന്നും ഇല്ലാത്തതുകൊണ്ട് ഞാൻ ഫോണിൽ നിന്ന് തന്നെ വരക്കണമെന്നുള്ളൂ. ഇപ്പൊ നമ്മള് ട്രേസ് എടുത്ത് കഴിഞ്ഞിട്ടുണ്ട് കംപ്ലീറ്റ് ആയിട്ട്. അടുത്തതായിട്ട് ഇനി ഞാൻ ഫേസിനെ കളർ ചെയ്യാനായിട്ട് ഓറഞ്ചും അതേപോലെ തന്നെ യെല്ലോയും പിന്നെ കുറച്ച് വൈറ്റ് പെയിന്റും കൂടി ചേർത്ത് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തെടുക്കുന്നുണ്ട്. അപ്പൊ നമുക്ക് ഫേസിനൊക്കെ അടിക്കാൻ പറ്റിയ ഒരു കളർ കിട്ടും. അടുത്തതായിട്ട് നമുക്ക് നമ്മുടെ ട്രേസിംഗ് പേപ്പർ പറന്നു പോകാത്ത രീതിയിൽ ഒന്ന് ഫിക്സ് ചെയ്യാം. അതിനുശേഷം നമ്മളിപ്പോ തയ്യാറാക്കിയെടുത്ത കളർ കൊണ്ട് ഫേസിനൊന്ന് കളർ ചെയ്ത് കൊടുക്കാം. പോയിന്റ് എഡ്ജ് ഉള്ള ഒരു ബ്രഷ് തന്നെ യൂസ് ചെയ്യാനായിട്ട് ശ്രദ്ധിക്കുക. പിന്നെ അതൊക്കെ നന്നായിട്ട് നമുക്ക് കളർ ചെയ്തെടുക്കാം. ഈ ചാനലിൽ ഞാൻ വേറെയും ബോട്ടിൽ പെയിന്റിങ്ങിന്റെ വീഡിയോസ് അപ്ലോഡ് ചെയ്തിട്ടുണ്ട്. അപ്പൊ നിങ്ങൾക്ക് സമയം കിട്ടുമ്പോൾ ജസ്റ്റ് അതൊക്കെ ഒന്ന് കണ്ടു നോക്കിയിട്ട് ഫീഡ്ബാക്ക്സ് അറിയിക്കണം. അപ്പൊ നമ്മളിപ്പോ ഫേസിന് കംപ്ലീറ്റ് ആയിട്ട് കളർ കൊടുത്തിട്ടുണ്ട്. ഇനി പൊട്ടിനായിട്ട് ഒരു റെഡ് കളർ കൊടുത്തു. ദെൻ ലിപ്സിന് ഇനി അടുത്തതായിട്ട് ഒരു റോസ് ഷെയ്ഡ് ജസ്റ്റ് ഒന്ന് അടിച്ചു കൊടുക്കാൻ പോവുകയാണ്. അപ്പോൾ അടുത്തതായിട്ട് ഇനി നമുക്ക് ഹെയറിന് ബ്ലാക്ക് കളർ കൊടുക്കാം. അപ്പൊ നമ്മൾ കളർ ചെയ്യുന്ന സമയത്ത് ജസ്റ്റ് പിക്ചറിൽ നോക്കിയിട്ട് ജസ്റ്റ് ഒന്ന് കളർ കൊടുക്കാൻ ശ്രദ്ധിച്ചാലായിട്ട് നന്നായിരിക്കും. അപ്പൊ നമ്മൾ ഹെയർ കംപ്ലീറ്റ് ആയിട്ട് ചെയ്ത് കഴിഞ്ഞിട്ടുണ്ട്. ഇനി അടുത്തതായിട്ട് ഡ്രസ്സിന് കളർ ചെയ്ത് കൊടുക്കാം. അപ്പോൾ എൻ്റെ ഡ്രസ്സും ബ്ലാക്കും ഒരു സാൻ കളറിലെ പെയിന്റ് വെച്ചിട്ടുള്ള ഒരു കോമ്പിനേഷനിലാണ്. അപ്പോൾ ബ്ലാക്ക് തമ്മിലൊരു കൺഫ്യൂഷൻ വരാണ്ടിരിക്കാനായിട്ട് ഞാൻ ഡ്രസ്സ് വൈറ്റ് തന്നെ ആക്കിയിട്ട് ചെയ്തിട്ട് ജസ്റ്റ് ഡിസൈൻ മാത്രമേ വരയ്ക്കുന്നുള്ളൂ. നമ്മളിപ്പോൾ ഓൾമോസ്റ്റ് പെയിന്റ് ചെയ്ത് കഴിഞ്ഞു. ഇനി നമുക്കിത് നന്നായിട്ട് ഉണങ്ങാനായിട്ട് വെക്കാം. അടുത്തതായിട്ട് നമുക്ക് നമ്മൾ പെയിന്റ് ചെയ്ത പിക്ചർ ഒരു ബോട്ടിലോട്ട് ഒട്ടിച്ചു കൊടുക്കണം. സോ അതിനായിട്ട് ഞാൻ ഒരു ബോട്ടിൽ അല്പം ഗം അപ്ലൈ ചെയ്തിട്ടുണ്ട്. ഇനി അതിന് മുകളിലേക്ക് നമ്മുടെ പിക്ചർ ഒട്ടിച്ചു കൊടുക്കാം. നന്നായിട്ട് സൂക്ഷിച്ചിട്ട് പതുക്കെ വേണം ഒട്ടിക്കാനായിട്ട്, അല്ലെങ്കിൽ ബട്ടർ പേപ്പറിലല്ലേ നമ്മളിപ്പോ പെയിന്റ് ചെയ്തേക്കണം, അതുകൊണ്ട് പെട്ടെന്ന് ചീത്തയാവാൻ ചാൻസ് ഉണ്ട്. സോ സൂക്ഷിച്ച് പയ്യെ നമുക്ക് ഒട്ടിച്ചു കൊടുക്കാം. അങ്ങനെ നമ്മളിപ്പോ കംപ്ലീറ്റ് ആയിട്ട് പിക്ചർ ഒട്ടിച്ച് കഴിഞ്ഞിട്ടുണ്ട്. ഇനി ഇതൊന്ന് ഉണങ്ങാനായിട്ട് വെയിറ്റ് ചെയ്യാം. അടുത്തതായിട്ട് നമ്മുടെ ഈ പിക്ചറിന് ബാക്ക്ഗ്രൗണ്ട് കളർ ചെയ്ത് കൊടുക്കണം. സോ അതിട്ട് ഞാനിപ്പോ ഒരു ബ്ലൂ കളറിലെ പെയിന്റ് എടുത്തിട്ട് നമ്മൾ നേരത്തെ ഫേസിന് അടിക്കാനായിട്ട് മിക്സ് ചെയ്ത് വെച്ച കളേഴ്സിൽ മിക്സ് ചെയ്തെടുത്തിട്ടുണ്ട്. ദെൻ നമുക്ക് ബാക്ക്ഗ്രൗണ്ടിൽ അതൊരു ബ്രഷ് ഉപയോഗിച്ചിട്ട് അടിച്ചു കൊടുക്കാം. അപ്പൊ ആ ഒരു ഫേസിന്റെ ഭാഗമൊക്കെ എത്തുമ്പോൾ വളരെ ശ്രദ്ധിച്ച് സാവധാനം അടിക്കുക. സോ ഫേസിന്റെ ആ ഒരു സൈഡിൽ ഞാനൊരു ലൈറ്റ് ബ്ലൂ കളറും പിന്നെ മുകൾ ഭാഗത്ത് കുറച്ച് ഡാർക്ക് ബ്ലൂ കളറും കൊടുത്തിട്ട് നമ്മുടെ ബോട്ടിലിൽ കംപ്ലീറ്റ് പെയിന്റ് അടിച്ച് ഫിനിഷ് ചെയ്തിട്ടുണ്ട്. ഇനി നമുക്ക് ഇതൊന്ന് നന്നായിട്ട് ഉണങ്ങാനായിട്ട് വെയിറ്റ് ചെയ്യാം. പിന്നീട് ഇത് നന്നായിട്ട് ഉണങ്ങിയതിന് ശേഷം അല്പം ഗോൾഡൻ കളറിലെ പെയിന്റ് ഉപയോഗിച്ചിട്ട്
നമുക്ക് ജസ്റ്റ് ആ ബാക്ക്ഗ്രൗണ്ടിൽ ജസ്റ്റ് ഒന്ന് ടച്ച് ചെയ്ത് കൊടുക്കാം. അപ്പോൾ അതിനൊരു പ്രത്യേക ഫിനിഷിങ് കിട്ടും. അങ്ങനെ ഫൈനലി നമ്മുടെ ബോട്ടിൽ പെയിന്റിങ് ഇവിടെ കംപ്ലീറ്റ് ആയിട്ട് കഴിഞ്ഞിട്ടുണ്ട്. നല്ല ഭംഗിയിൽ നമ്മുടെ ഒരു പിക്ചർ ഒരു ബോട്ടിലോട്ട് ഇപ്പോൾ പകർത്തി എടുത്തിട്ടുണ്ട്. അപ്പോൾ ഇതാണ് ഇന്നത്തെ നമ്മുടെ വീഡിയോ. നിങ്ങളുടെ ഫീഡ്ബാക്സ് മറക്കാതെ കമന്റ് ബോക്സിൽ കമന്റ് ചെയ്യണം. ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ നിങ്ങളും ട്രൈ ചെയ്ത് നോക്കണം. ഒപ്പം തന്നെ വീഡിയോ ലൈക്ക് ചെയ്യാനും നിങ്ങളുടെ ഫ്രണ്ട്സും ഫാമിലി ആയിട്ടൊന്ന് ഷെയർ ചെയ്യാനും മറക്കരുത്. കൂടാതെ ചാനലും മറക്കാതെ സബ്സ്ക്രൈബ് ചെയ്യണം. താങ്ക് യു ഫോർ വാച്ചിങ്. കീപ് സപ്പോർട്ടിങ്. അടുത്തൊരു വീഡിയോയിലൂടെ കാണുന്നതുവരേക്കും ബൈ.